മൈക്രോസോഫ്റ്റ് 365 നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഓൺലൈനായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോ കാണിച്ചിരുന്നത്. സാധാരണ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കേണ്ട സംവിധാനമാണ്. എന്നാൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ വെബ് വെർഷൻ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ വെബ് ബ്രൗസറിനകത്ത് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിലൂടെ ലഭിക്കും. പഴയ വെർഷനകത്ത് ഇല്ലാത്ത ഒട്ടനവധി ഫീച്ചേഴ്സ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് 365 വരുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ചിൽ മൈക്രോസോഫ്റ്റ് 365 സെർച്ച് ചെയ്യുക. മൈക്രോസോഫ്റ്റ് 365 ലോഗിൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ഫോർ ദ ഫ്രീ വെർഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് 365 ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് മൈക്രോസോഫ്റ്റ് ഒരു OTP കോഡ് അയച്ചിട്ടുണ്ടായിരിക്കും. ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. നമുക്ക് ഇമെയിൽ ചെക്ക് ചെയ്യാം. മെയിലിൻ്റെ അകത്ത് ആ കോഡ് വന്നിട്ടുണ്ട്. ഈ കോഡ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ആ കോഡ് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. യൂസ് ദ ആരോസ് ടു റൊട്ടേറ്റ് ദ ഒബ്ജക്റ്റ് ടു ഫേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഹാൻഡ്. അതായത് ഈ കൈ എങ്ങോട്ടാണ് ചൂണ്ടിരിക്കുന്നത് അതിന് നേരെ ഈ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനാണ്. അതൊരു വെരിഫിക്കേഷൻ ഭാഗമായിട്ടാണ്. അതായത് ബോട്ടുകളൊന്നും ഇതിനകത്ത് സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സൈറ്റിൻ്റെ സെക്യൂരിറ്റി വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമുക്കത് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ്. അടുത്ത ഒരു വെരിഫിക്കേഷൻ കൂടിയുണ്ട്. സബ്മിറ്റ് കൊടുക്കുക. മൂന്നാമത്തെ ഒരെണ്ണം കൂടി നമ്മൾ സബ്മിറ്റ് കൊടുക്കണം. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക. ഓക്കെ, വെൽക്കം ടു മൈക്രോസോഫ്റ്റ് 365. ഇതാണ് ഹോം പേജ്. ഇവിടെ സൈഡിലായിട്ട് വേർഡ്, എക്സൽ, പവർ പോയിൻ്റ്, ഔട്ട്ലുക്ക്, വൺ ഡ്രൈവ്, ടീംസ്, വൺ നോട്ട് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്, മൈക്രോസോഫ്റ്റ് പാക്കേജിനകത്തുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം വെബ് വെർഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് വേർഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓൺലൈൻ വേർഡാണ്. ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ഓൺലൈൻ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. വെബ് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. വേർഡിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഇത്തരം ചെയ്യാവുന്നതാണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓട്ടോമാറ്റിക്കലി ക്ലൗഡിനകത്ത് സേവ് ആയിക്കോളും. നമ്മൾ ഇപ്പോൾ കൊടുത്ത ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഞാനിപ്പോൾ ഈ ടൈപ്പ് ചെയ്ത ഈ ഒരു ഫയല് ഞാൻ സേവ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് അതങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തു കഴിഞ്ഞാലും നമുക്കത് പിന്നീട് കാണാൻ സാധിക്കും. ഇവിടുത്തെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഡോക്യുമെൻറ്റ് ഇവിടുത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കത് അവിടെ നിന്ന് വീണ്ടും ഓപ്പൺ ചെയ്ത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സൽ വിധത്തിൽ ചെയ്യാൻ പറ്റും. എക്സൽ ഞാനിവിടെ ഓപ്പൺ ആക്കുകയാണ്. എക്സലിൻ്റെ വെബ് വെർഷൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് കൊടുക്കുന്നു. പഴയ എക്സൽ വെർഷനകത്ത് ഇല്ലാത്ത ഒരുപാട് എക്സ്ട്രാ ഫീച്ചറുകൾ ഇപ്പോൾ ഏറ്റവും പുതിയ വെർഷനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ഉപയോഗിക്കാം. കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എക്സലിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെ ഇതിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ആഡ് ഓൺസ്, അതായത് AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത്തരത്തിലത് ഓൺലൈനായിട്ട് ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബൈ മൈക്രോസോഫ്റ്റ് 365 ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പേഴ്സണൽ എന്നുള്ള ഭാഗത്ത് പെർ മന്ത് വരുന്നൊരു പാക്കുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിൻ്റ്, ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന പാക്കേജ് 489 രൂപയാണ് പെർ മന്ത് വരുന്നത്. ഇനിയിപ്പോൾ ഇയർലി ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 4899 രൂപയാണ് പാക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് വെബ് വെർഷൻ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. പഴയ വെർഷനകത്ത് ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ലഭ്യമാണ്. ഇത്തരത്തിൽ നമുക്ക് എല്ലാ വർക്കുകളും ചെയ്യാം, ഉപയോഗിക്കാം. സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ക്ലൗഡിനകത്ത് സേവ് ആയിക്കോളും. ഏതൊരു കമ്പ്യൂട്ടറിനകത്തും നിങ്ങൾ ഇമെയിലും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കുകൾ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.